അല്ലമീൻ ഇപ്പോൾ ഉള്ളത് അനുവിൻ്റെ വീട്ടിലാണ്. അല്ലമീൻ, എങ്ങനെ അത് പറയണമെന്ന് പോലും നമുക്കറിയില്ല. ഇന്ന് പിറന്നാൾ ആഘോഷിക്കേണ്ട അനുവാണ് ചേതനയേറ്റ ശരീരമായി മോർച്ചറിയിലുള്ളത്. നാളെയാണ് ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഒരുപക്ഷേ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഒരാഘോഷ ദിനമായിരുന്നു എല്ലാവർക്കും, ആ കുടുംബാംഗങ്ങൾക്ക്. ക്രിസ്മസിനെ വരവേൽക്കാൻ പതിവിലും വലിയ ഉത്സാഹവും തയ്യാറെടുപ്പുകളുമാണ് ഇരു വീടുകളും നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് അനുവിൻ്റെ പിറന്നാൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ആ വീട്ടുകാരെങ്ങനെ താങ്ങും അല്ലമീൻ? അരുൺ, അതുതന്നെയാണ് ഈ രണ്ട് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഒന്ന്, 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ കാത്തിരിപ്പിനൊടുവിൽ 2 ആഴ്ച മുമ്പ് അവരുടെ വിവാഹം നടക്കുന്നു. അതിനു പിന്നാലെ അവരുടെ പള്ളി, ഇടവക പൂങ്കാവ് സെൻറ് മേരീസ് കത്തോലിക്ക പള്ളിയിലെ പള്ളിപ്പെരുന്നാൾ വരുന്നു. അവിടെ ആ വിവാഹത്തിന് ശേഷമുള്ള ആ കുടുംബത്തിൻ്റെ ഒരു ആഘോഷമായി ആ പള്ളിപ്പെരുന്നാൾ മാറുകയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അനുവിൻ്റെ വീട്ടുമുറ്റത്താണ്. അനുവിൻ്റെ വീടാണ് കാണുന്നത്. ആ പള്ളിപ്പെരുന്നാൾ, വിവാഹത്തിൻ്റെ ആഘോഷം, അതിന് പിന്നാലെയുള്ള പള്ളിപ്പെരുന്നാൾ, അതിൻ്റെ ആഘോഷം, അത് കഴിഞ്ഞ് ഇന്ന് ഈ കുടുംബത്തിൽ അനുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട കളിച്ചിരികളൊക്കെ ഉയരേണ്ട ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂകമായി, ദുഃഖാർദ്രമായ ഒരു വീടായി അത് മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ പറഞ്ഞ ജന്മദിന സന്തോഷവും അതിൻ്റെ കൂടിച്ചേരലുകളും ഒക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വിവാഹത്തിന് ശേഷമുള്ള ജന്മദിനം എന്ന രീതിയിൽ സ്വാഭാവികമായും അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിനുശേഷം ഒരുമിച്ച് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനുവും നിഖിലും ആ കുടുംബവും ഒക്കെ. അങ്ങനെ ഒരു ആഘോഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 18 ഇരുവരും ഒന്നിച്ച് മലേഷ്യയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ജനുവരി 18 എന്നുള്ളത് ഇനി ഒരു മാസം കൂടിയുണ്ട്. മറ്റന്നാൾ 18-ാം തീയതിയാണ്. മറ്റന്നാൾ പക്ഷേ നിഖിലും അതുപോലെ തന്നെ അവർ മറ്റൊരു യാത്ര പോകുന്നു എന്നുള്ളതാണ്. എന്നേക്കുമുള്ള ഒരു അവസാന യാത്ര. മറ്റന്നാളാണ് സംസ്കാര നടപടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ സഹോദരനൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു. നമ്മുടെ അനുവിൻ്റെ സഹോദരൻ ഒക്കെ നേരത്തെ വീടിൻ്റെ മുകളിലുണ്ടായിരുന്നു. സന്തോഷം നിറഞ്ഞ, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ്, ഇപ്പോൾ വീടിൻ്റെ മുമ്പ് നമുക്ക് കസേരകളൊക്കെ കാണാം. 2 ആഴ്ച മുമ്പും അതുപോലെ വിരുന്നുകാരെ സ്വീകരിക്കുന്നതിന്, സൽക്കരിക്കുന്നതിന് കസേരകളൊക്കെ ഇട്ട് വിവാഹപ്പന്തൽ ഉയർന്ന വീടാണ്. അതിന്നിപ്പോൾ ഒരു മരണ വീടായി മാറിയിരിക്കുന്നു. മറ്റന്നാൾ പൊതുദർശനവും സംസ്കാര നടപടികളിലേക്കുമൊക്കെ കടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ദുഃഖത്തിൻ്റെതായിട്ടുള്ള പന്തൽ ഉയരുന്ന ഒരു സാഹചര്യം. പൂങ്കാവനം സെൻറ് മേരീസ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം 2 കുടുംബങ്ങളുടെയും ഇടവക പള്ളിയാണത്. അവിടെ വെച്ചാണ് 2 ആഴ്ച മുമ്പ് ഇരുവരും കരം ഗ്രഹിച്ച് ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആ ജീവിതയാത്ര ആരംഭിച്ചത്. അതിനു മുൻപ് തന്നെ അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ അവർ കളിച്ചു വളർന്ന, അവർ ഇടപഴകിയിരുന്ന, അവർ പ്രവർത്തിച്ചു വന്നിരുന്ന പള്ളി കൂടിയാണ്. അവിടുത്തെ സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ അവിടുത്തെ പള്ളി കൊയറിലുമൊക്കെ രണ്ടുപേരും, അനുവും അതുപോലെ തന്നെ നിഖിലുമൊക്കെ അംഗങ്ങളായിരുന്നു, പാട്ടുകാരായിരുന്നു. പള്ളിയുടെ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ അവരുടെ കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു പള്ളി കൂടിയാണ് പൂങ്കാവനം സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി. ആ പള്ളിയിലേക്കാണ് അവർ അന്ത്യയാത്രയ്ക്കായി മറ്റന്നാൾ കടന്നു വരാൻ പോകുന്നത്. ഇരുവരുടെയും ബന്ധുക്കൾ, അനുവിൻ്റെ അച്ഛൻ്റെ സഹോദരൻ, അതുപോലെ തന്നെ നിഖിലിൻ്റെ സഹോദരി, അവരൊക്കെ വിദേശത്തു നിന്ന് വരാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ കല്യാണം കൂടുന്നതിന് വേണ്ടി വിദേശത്തുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ വന്നിട്ട് 2, 3, 4 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ പലരും മടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും മടങ്ങി വരുന്നതിനുള്ള ചില നടപടിക്രമങ്ങളുടെ ഒരു കാലതാമസം. അപ്പോൾ ഇന്നും നാളെയുമായി ബന്ധുക്കൾ പലരും, അത് നിഖിലിൻ്റെ സഹോദരിയും അനുവിൻ്റെ അച്ഛൻ ബിജു പി ജോർജിൻ്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ ഇന്നും നാളെയുമായിട്ട് മടങ്ങി വരും. അവർ കൂടി എത്തിയതിന് ശേഷമാണ് പൊതുദർശനവും അതുപോലെ സംസ്കാര നടപടികളുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലാണ്. കൊടുമൺ ഇടത്തിട്ട മോർച്ചറിയിലാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ എത്തുന്നതിന് പിന്നാലെ അവരെ വീടുകളിലേക്ക് കൊണ്ടുവരും. പൊതുദർശനം, അതിനുശേഷം പൂങ്കാവ് സെൻറ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലെ സംസ്കാരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2 കുടുംബങ്ങളെയും സംബന്ധിച്ച് വല്ലാത്ത സന്തോഷം. ഈ മക്കൾ 2 പേരും ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് 2 അച്ഛന്മാർ തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഇവരെ ഈ ഹണിമൂണിനായിട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവിട്ടത് ഇവരുടെ ഒരു ബന്ധുവാണ്. ആ ബന്ധു തന്നെയാണ് മടക്കി വിളിച്ചു കൊണ്ടുവരാനും തയ്യാറായിരുന്നത്. ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ അവസാന നിമിഷമാണ് 2 പേരുടെയും അച്ഛന്മാർ, അതായത് മത്തായി ഈപ്പനും ബിജു പി ജോർജും, ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു വന്നോളാം മക്കളെ എന്നൊരു തീരുമാനമെടുത്ത് അവർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതും മക്കളോടൊപ്പം തന്നെ ആ 2 അച്ഛന്മാരും 2 മക്കളും വല്ലാത്തൊരു യാത്രയിലേക്ക് കാലെടുത്ത് വെച്ച് പോയതും എന്നുള്ളത് നാടിനെ സംബന്ധിച്ച് വല്ലാത്ത, കുടുംബത്തെ സംബന്ധിച്ച് വല്ലാത്ത ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട്. 2 പേരുടെയും അമ്മമാർ, അവർ ഭർത്താവിനെ നഷ്ടപ്പെട്ടു,
മക്കളെ നഷ്ടപ്പെട്ടു. ആ ദുഃഖത്തിൽ രണ്ട് കുടുംബത്തിലും ആ അമ്മമാർ കാത്തിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ ബന്ധുക്കളെല്ലാം നാടൊന്നാകെ വല്ലാത്ത ദുഃഖത്തിലും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ സങ്കടമുള്ള വാർത്തയാണല്ലോ രാവിലെ തന്നെ നമ്മൾ പ്രേക്ഷകരെ എത്തിച്ചത്, ഇന്നലെയും ഇന്നുമായി അല്ലേ. അപ്പോൾ ആ കുടുംബത്തിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് താങ്ങാനാവുന്നതിലും വലിയ ദുഃഖത്തിലുള്ളതായിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ആലോചിക്കാമല്ലോ. 16 ദിവസം മാത്രമാണ് അവർ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് തിരികെ എത്തുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത്. 8 വർഷത്തെ നീണ്ട പ്രണയം. 3 ടിക്കറ്റുകൾ എടുത്തു അല്ലേ, 2 ടിക്കറ്റുകൾ അവരെടുത്തു, 3ാമത്തെ ടിക്കറ്റ് മറ്റൊരാളും എടുത്തു. ആ ടിക്കറ്റിലാണ് അവർക്ക് യാത്ര ഒരുങ്ങിയത്. അന്ത്യവിശ്രമം. മലേഷ്യയിലുള്ള യാത്ര വളരെ സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കി വന്നു. ഇനി കാനഡയിലേക്ക് പോകാനിരുന്നാണ് ജനുവരി 18-ാം തീയതി. അതിനിടയിലാണ് ഹനുവിനെയും നിഖിലിനെയും അവരുടെ അച്ഛന്മാരെയും കവർന്നെടുത്തുകൊണ്ട് അപകടമുണ്ടാവുന്നത്. വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാം, എന്തൊക്കെ പ്രതീക്ഷകളോട് കൂടിയായിരിക്കുമല്ലേ ആ കുടുംബങ്ങൾ ആ വിവാഹം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വലിയ ആഘോഷത്തോടു കൂടി അവരെ കല്യാണം കഴിപ്പിച്ച് വിടാൻ 2 വീട്ടുകാരും ഒരുമിച്ച് നിൽക്കുന്നു. ഇനിയിപ്പോൾ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി അച്ഛന്മാർ ഒരു പ്ലാൻ ചെയ്യുന്നത് തന്നെ വലിയ സന്തോഷത്തിലായിരിക്കും. നമുക്ക് പോയി നമ്മുടെ പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് 2 പേരും കൂടി ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ തിരികെ വരുമ്പോൾ ഒരു അപകടത്തിൽ ഒരു നിമിഷത്തിലെ ഒരു കണ്ണടയ്ക്ക് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ മാറിയാൽ മതി, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ക്ഷണികമാണിതെല്ലാം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുക. കാനഡയ്ക്ക് പോകാനുള്ള ടിക്കറ്റല്ല അത് അവർക്ക് കിട്ടിയത്, അവർക്ക് എന്നേക്കുമായി ഒരുമിച്ച് പോകാനുള്ളൊരു ടിക്കറ്റ് കിട്ടി എന്നുള്ളതാണ്. ഏറെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യർ. നിരത്തുകളിൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ പൊലിയുന്നുണ്ട്. 4000 പേരാണ് ഒരു വർഷം ശരാശരി കേരളത്തിലെ നിരത്തുകളിൽ പൊലിയുന്നത്. അടുത്തിടെ അപകടങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. പനയംപാടത്ത്, കളർകോട്, ഇപ്പോൾ കോന്നിയിൽ 4-5 പേരാണ് ഓരോ അപകടത്തിലും മരിക്കുന്നത് എന്നുള്ളതാണ്. പാത നന്നായതുകൊണ്ടാണോ, നമ്മുടെ ഡ്രൈവിംഗ് മോശമായതുകൊണ്ടാണോ, വാഹനത്തിൻ്റെ അപാകതയാണോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് സംശയിക്കാം. പക്ഷേ പലതും പല കാരണങ്ങളാലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ചെയ്യാനുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു തീർത്തോണം. കാണാനുള്ള മനുഷ്യരെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരണം. സംസാരിക്കാനുള്ള മനുഷ്യരുണ്ടെങ്കിൽ സംസാരിക്കണം. നാളത്തേക്ക് വേണ്ടി എന്നൊന്നും പറഞ്ഞ് മാറ്റിവെച്ചേക്കരുത്. അത് ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. ഇന്ന് തന്നെ നിങ്ങൾ അകന്നിരിക്കുന്ന ബന്ധുക്കളെയും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഒന്ന് സ്നേഹമൊക്കെ ഒന്ന് അന്വേഷിച്ചേക്ക്. ഡിസംബർ അല്ലേ, കാലമല്ലേ, നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും?